നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ഒരു അഭിമുഖത്തിലേക്കാണ്. മുഖവരകൾ ആവശ്യമില്ലാത്ത നേതാവ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ലീഡർ കെ കരുണാകരനാണെങ്കിൽ ലീഗിൽ എക്കാലത്തും ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. സ്വാഗതം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഏറെ കാലത്തിന് ശേഷമാണ് ഒരു മുഴുനീള അഭിമുഖത്തിന് തയ്യാറാവുന്നത്. 24-ന് അഭിമുഖം അനുവദിച്ചതിൽ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിടാതെ കൂടിയത് കൊണ്ടാണ്. അതെ, വിടാതെ കൂടേണ്ട സാഹചര്യം ഉണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ തരികയാണ്. ചോദ്യങ്ങൾ ആദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ തുടങ്ങണോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടങ്ങണോ? ദേശീയ രാഷ്ട്രീയം ആദ്യമാവാം. ഓക്കെ, ദേശീയ രാഷ്ട്രീയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റ് സുരക്ഷിതമല്ല എന്ന സന്ദേശം നൽകുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിൽ പ്രതിഷേധിക്കുമ്പോൾ എംപിമാർ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ സംഭവിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് അങ്ങ് പാർലമെൻറ്റിൽ അംഗമായിരുന്നു, മാത്രവുമല്ല ഇത്രയും കാലത്തെ രാഷ്ട്രീയ അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നത്? എൻ്റെ പാർലമെൻറ്റിന് അല്ലെങ്കിൽ തന്നെ അതിനോടുള്ള റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഡിഗ്നിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒന്നും അടുത്ത് വരില്ല. ആ ജനാധിപത്യ മഹിമ ഉണ്ടായിരുന്ന കാലം പോയി ഇവരുടെ കാലമായപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു വലിയ ഡിറ്റീരിയറേഷൻ ഉണ്ട്. ഇപ്പോൾ പുതിയ പാർലമെൻറ്റൊക്കെ ആയി, പുതിയ സംവിധാനങ്ങളൊക്കെ ആയി, ആധുനിക ടെക്നോളജിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ നാണക്കേടായിപ്പോയി. അതിൽ ജനാധിപത്യപരമായി പ്രൊട്ടസ്റ്റ് ചെയ്ത എംപിമാരെ പിടിച്ച് പുറത്താക്കുക എന്ന ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് അവരൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പർമാരാണ്. അവരൊക്കെ ഇതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്ടിരിക്കുമോ? പ്രതിഷേധിച്ച എംപിമാരെ പുറത്താക്കിയത് അതിലേറെ പ്രതിഷേധാർഹമാണ്. കർണാടകത്തിലെ റിസൾട്ട് നമ്മൾ കണ്ടു. മാറ്റത്തിൻ്റെ സൂചന അവിടെ കൃത്യമായി സന്ദേശം നൽകി. പക്ഷേ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ അത് ലെവലേശം ഏശുന്നില്ല. മാത്രമല്ല, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചിത്രം കൂടിയാണ്. എങ്ങനെയാണ് ലീഗ് അതിനെ അപഗ്രഥനം ചെയ്തത്? എങ്ങനെയാണ് അവലോകനം ചെയ്തത്? ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കർണാടക ഇത്രയും വലിയൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നമാതിരി തെലങ്കാന സംസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്ത TRSൻ്റെ ഇപ്പോഴുള്ള ഇതുപോലുള്ളൊരു പരാജയം ആരും തന്നെ അത്ര കണ്ടിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ BJPക്ക് ഒരു അപ്രമാദിത്യം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് വരാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്ന് ലീഗ് കാണുന്നില്ല. ഈ ഹോപ്പ്ലെസ് ആയ ഒരു സാധ്യതയില്ല എന്ന് പറയുമ്പോഴും ഈ ഹോപ്പ്ഫുൾ ആയ ഒരു പെർഫോമൻസ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടാവണം. മാത്രമല്ല, ഓരോ സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയം പ്രത്യേകം കണ്ടുകൊണ്ട് അതൊരു യൂണിറ്റായി എടുത്തുകൊണ്ട് അവിടെ സ്വാധീനമുള്ളവർ ലീഡ് ചെയ്ത് ആ രീതിയിലേക്കുള്ളൊരു പൊളിറ്റിക്സിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് എത്തുന്നില്ല? അത് വേണം. അത് ശരിയായൊരു അഭിപ്രായമാണ്. ഓരോ സംസ്ഥാനത്തും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് പ്രാമുഖ്യമുള്ളത് എന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് അതിൻ്റേതായ ഒരു സമീപനം ആ സംസ്ഥാനത്തുണ്ടാവണം. ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടിട്ട് അധിക നാളായിട്ടില്ല. ആ സമയത്ത് ഈ അജണ്ട ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം നമ്മൾ സീറ്റ് വിഭജന ചർച്ച സംസ്ഥാന തലത്തിൽ തുടങ്ങണം എന്ന് ഇന്ത്യ മുന്നണി, ഞങ്ങളതിൽ മെമ്പറാണല്ലോ, ഞാനുണ്ടായിരുന്നു, ആണ് അതിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ ചർച്ച നടക്കണം എന്ന് അന്ന് തന്നെ ആവശ്യം വന്നതാണ്. അതിന് സമിതിയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ അടുത്ത 19-ാം തീയതി ഇന്ത്യ മുന്നണിയുടെ യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായും ഓരോ സംസ്ഥാനത്ത് പ്രാമുഖ്യമുള്ള പാർട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സമീപനം ഉണ്ടാവണം. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ തീരുമാനമായ പ്രാദേശിക തലത്തിലുള്ള സീറ്റ് ചർച്ചകളുടെ കാര്യത്തിൽ അതിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ വീഴ്ച പറ്റിയത്? അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല. അതാണ് പ്രതിപക്ഷ ഐക്യം ഉറപ്പാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആരാണ്? അതിന് ലീഡർഷിപ്പ് എടുക്കേണ്ടത് ആരാണ്? അല്ല, ഞാൻ പറയുന്നത് പിൻ പോയിന്റ് ചെയ്ത് ഒരു അക്യൂസേഷൻ നടത്താൻ അക്യൂസേഷൻ അല്ല, അതായത് ചാർജ് ഫിക്സ് ചെയ്താലേ കറക്ഷൻ നടക്കുള്ളൂ. അതെ, ചാർജ് ഫിക്സ് ചെയ്ത് വർത്തമാനം പറയുന്നത് അത് നെഗറ്റീവ് ആയിക്കൂടല്ലോ. ഞാൻ പറയാം, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് നായകത്വം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചോദ്യം. അതുകൊണ്ട് ആ നായകത്വത്തിലിരിക്കുമ്പോൾ ഐക്യം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യണം
ഞാൻ അതിനെ പോസിറ്റീവ് ആക്കുക. ഈ ദേശീയ രാഷ്ട്രീയ സെഗ്മെൻറ്റിൽ അവസാനത്തെ ഒരു ചോദ്യമാണ്. പാർലമെൻറ്റ് അംഗമായിരുന്നു അങ്ങ്. ഇപ്പം പാർലമെൻറ്റിലെ കാര്യങ്ങൾ കാണുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോയത് നന്നായി എന്ന് തോന്നുന്നു. അല്ല, ഇപ്പം അവിടെ പൊട്ടിച്ച ഓലപ്പടക്കത്തിനെ പേടിച്ച് പോന്നതാണെന്ന് കരുതും അങ്ങനെ പറഞ്ഞാൽ ആളുകൾ. അല്ല, അവിടുത്തെ പടക്കം പൊട്ടിച്ചത് കണ്ടപ്പോൾ അവിടെ ഉണ്ടാവായിരുന്നു. അല്ല, എന്നാലും ഈ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനില്ലാത്ത അതല്ല, അത് അവിടെ എം പിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെറുതായി കണ്ടുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് സുഖവും പൊറുതിയും കൊടുക്കുന്നില്ലല്ലോ പ്രതിപക്ഷം. അനുദിനം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പ്രതികരണം കൂടി ഇല്ലെങ്കിൽ എന്താ കഥ? ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനില്ലെങ്കിലും അവിടെ ആളുണ്ട്. ഇപ്പം പ്രഗത്ഭരായ ആളുകളല്ലേ, അവരെ പിടിച്ച് പുറത്താക്കുകയല്ലേ. അവരൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. കേരളത്തിൽ നിന്നുള്ള എം പിമാരൊക്കെ വളരെ ആക്റ്റീവാണ്. കേരള രാഷ്ട്രീയമാണ് അങ്ങ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു ട്രബിൾ ഷൂട്ടറാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അങ്ങെടുക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമാവാറുണ്ട്. നവകേരള യാത്ര ഇപ്പോൾ ഇടുക്കി പിന്നിട്ട് കോട്ടയത്ത് പ്രയാണം നടത്തുമ്പോഴാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ ഏർപ്പെടുന്നത്. വലിയ ജനസഞ്ചയമെത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണ ആഹ്വാനം നൽകി ഒരുപക്ഷെ ആ യാത്രയെ എങ്ങനെയൊക്കെ ആക്രമിക്കാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങ് പൊതുവെ അതിൽ ഒരു ജെൻറ്റിൽ നിലപാടെടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഈ യാത്രയെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയാണ്. അല്ല, അത് ജെൻറ്റിൽ നിലപാട് എന്ന് ഒരാളത് ജെൻറ്റിലല്ല, നമ്മളത് ജെൻറ്റിലാണ്, അങ്ങനെ ഞാൻ കരുതുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായ ഒരു ശൈലിയിൽ ഞാൻ പറയുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലിയിൽ അദ്ദേഹപ്പോൾ പിന്നെ പുതിയ ഒരു ശൈലി എടുത്ത് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം പറയുന്നു, അതുപോലെ മറ്റുള്ള നേതാക്കന്മാർ അതേ നിലക്ക് പറയുന്നു. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, അതത്രയേ ഉള്ളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ജനസദസ്സിനെ വിമർശിക്കുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട്, അതിനകത്ത് വസ്തുതകളുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനം മുഴുവനും കൂടി ഉപയോഗിച്ച് എല്ലാവരെയും ക്ഷണിച്ച് കൊണ്ടുവന്ന സദസ്സ് വിജയിക്കുമല്ലോ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സദസ്സ് കൊണ്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ഞാൻ അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഞങ്ങളുടെ വിമർശനം അതാണ്. ഈ യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ യാത്രയുടെ ഉദ്ഘാടനം മുതൽ യാത്രയോടൊപ്പം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരാളാണ്. ലീഗിനെ ഒരു മന്ത്രിയും വിമർശിക്കുന്നില്ല. മുഖ്യമന്ത്രി പോലും ലീഗിനെ കടന്നാക്രമിക്കുന്നില്ല. അതെനിക്ക് തോന്നിയൊരു കാര്യം, ലീഗ് യാത്രയെ അത്രമേൽ വിമർശിക്കുകയോ അത്രമേൽ എന്താ പറയുക മോശമായി ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ? അല്ല, അത് പിന്നെ പറയുന്നത് കറക്റ്റ്. മുഖ്യമന്ത്രി ലീഗിനെ തള്ളി പറഞ്ഞല്ലോ, വിമർശിച്ചല്ലോ. ലീഗിനെ കൂട്ടാനൊന്നും ഞങ്ങൾ നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലല്ല, അത് അങ്ങനെയല്ല. അത് ചോദ്യം ലീഗ് ഇടതു മുന്നണിയിലേക്ക് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം ലീഗ് അവിടെ നിൽക്കുന്നതിന് എന്നുള്ളത്, അത് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിലെ ആദ്യ അഭിമുഖത്തിൽ. അല്ല, പിന്നെ വിമർശിക്കുന്നതും വിമർശിക്കാതെ ഇരിക്കുന്നതും അതുപോലെ തന്നെ അതിനുപയോഗിക്കേണ്ട ഭാഷയും ബാക്കി കാര്യങ്ങളൊക്കെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. തമാശയായിട്ട് ഞാൻ എൻ്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തമാശയായിട്ട് ഒരു കാര്യം പറഞ്ഞു, പൈസ ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലടാ, നമുക്ക് പൊക്കളയാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണോ എന്ന് പൊതുയോഗത്തിൽ നമ്മൾ തമാശ പറഞ്ഞു. ആ തമാശയ്ക്ക് ഒരു മറുചോദ്യമുണ്ട്. പൈസ ഇല്ല എന്ന് തന്നെയാണ് നവകേരള സദസ്സിന്റെ എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്രം പണം തരുന്നില്ല, ഇത് ജനകീയമായി നേരിടണമെന്നുള്ളതാണ്. പക്ഷെ ആ നേരിടലിന് കേരളത്തിലെ പ്രതിപക്ഷം കൂടി ഒപ്പം നിൽക്കേണ്ടതല്ലേ? മാത്രമല്ല, പ്രത്യേകിച്ച് എം പിമാർ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട പണം നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യം എം പിമാരുടെ ഇടയിൽ വേണ്ടതല്ലേ? കേരളത്തിലെ എം പി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ പണം അനുവദിക്കണമെന്ന് UDF-ൻ്റെ എം പിമാരൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും പറയേണ്ടതുമാണ്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വിമർശനമുണ്ട്. അതായത് ഈ GST ബാക്കി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കേരള ഗവൺമെൻറ് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു നൈപുണ്യം കാണിച്ചില്ല. അതാണ് ഒന്ന്. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനെയും കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. ലീഗല്ല, പ്രതിപക്ഷം ഉണ്ടാവും, ഞങ്ങളൊക്കെ UDF ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു ഓൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ. കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. അതുകൊണ്ട് കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ. പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ
ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ ശ്രമിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം, കോൺഗ്രസ് എംപിമാർ ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. ധനകാര്യമന്ത്രിക്ക് കത്ത് നൽകാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യാസമില്ലാതെ കേരളം റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആ നിലയിലൊരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. ഈ നവകേരള യാത്രയിൽ നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു സർക്കാർ പരിപാടിയിലും കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടമുണ്ട്. മാത്രമല്ല അത് LDF ശക്തിയുള്ള സ്ഥലങ്ങളിലല്ല. LDF അല്ലെങ്കിൽ CPM ഒക്കെ സംഘടനാപരമായി ഏറ്റവും ദുർബലമായ പ്രദേശത്ത് പോലും ജനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനെ ഈ സർക്കാർ സംഘടിപ്പിച്ചു ആളെ കൂട്ടി എന്നുള്ളത് ആരോപണമായി, രാഷ്ട്രീയ ആരോപണമായി പറയാം എങ്കിൽ പോലും ഇതൊരു ഒരു വസ്തുതയാണ്, ആൾ കൂടുന്നു എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, ഇപ്പോൾ കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനെ കുറിച്ച് ഒരുപാട് സർവേ നടന്നല്ലോ. UDFനാണല്ലോ മുൻതൂക്കം വന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ സർവേയിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റ് പലതും നഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ മുൻതൂക്കം എല്ലാവരും പറയുന്നത് മുൻതൂക്കമുണ്ട്, പക്ഷേ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ അതാണ്. അപ്പോൾ ജനങ്ങൾ അവരാവശ്യത്തിന് വന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ക്യൂ നിന്നാൽ അവരുടെ കൂറ് മുഴുവൻ ആ ഗവൺമെൻറ്റിനാണ് എന്നില്ലല്ലോ. അവരവരാവശ്യത്തിന് വന്നാണ്. കഷ്ടപ്പാട് അത്രക്കുണ്ട് നാട്ടിൽ, അങ്ങനെ ആയിക്കൂടെ? മന്ത്രിമാരെല്ലാം കൂടി ഒരു പ്രദേശത്ത് വരുമ്പോൾ ആളുകൾ കൂട്ടിളകി വരുന്നതിന് കാരണം തന്നെ പെൻഷൻ കിട്ടാൻ അത്ര ബാക്കിയുണ്ടാവും. അല്ല, ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് അവർ വ്യാഖ്യാനിച്ചാൽ സർക്കാരിൽ വിശ്വാസം മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിളിച്ചു പോകാനും പറയാനും വേണ്ടി വരുന്നവരാവാം. മനസ്സിലായി? ഒന്ന്. പിന്നെ നമുക്കറിയാലോ, ഗവൺമെൻറ് സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് സംഘടിപ്പിക്കാൻ കഴിയും. സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അവർ മോശക്കാരല്ലല്ലോ. ഈ ഇന്ത്യയിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ലോകത്ത് പോലും ഒരു ക്യാബിനറ്റ് ഇങ്ങനെ പരിഗണന നടത്തിയില്ല. ആ ഒരു ക്രെഡിറ്റ് കേരളത്തിന് കിട്ടുന്നത് നല്ലതല്ലേ? രാഷ്ട്രീയമായി ജനാധിപത്യം എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങലാണല്ലോ. ആ നിലയിൽ നോക്കുമ്പോൾ അതൊരു ഒരു നല്ല മോഡലല്ലേ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ക്യാബിനറ്റ് പര്യടനം നടത്താൻ പോയാൽ ആ രാജ്യത്തിൻ്റെ കണ്ടീഷൻ എന്താവും അത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് വലിയ അപകടമൊന്നും പറ്റാതെ അവരുടെ യാത്ര തിരുവനന്തപുരത്ത് എത്തട്ടെ ഞാനും ആശംസിക്കുന്നു. ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങൊരു നല്ല ഭരണാധിപനായിരുന്നു, മിനിസ്റ്റർ എന്നുള്ള നിലയിൽ നല്ല പെർഫോമറാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പെർഫോമൻസിനെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ ആ നിലയിൽ അങ്ങനെ കണ്ട് പിന്നെ വിലയിരുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. ഞാനുമായിട്ട് വളരെ നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പിന്നെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. അതായത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് വരാൻ കഴിഞ്ഞു. അത് ജനങ്ങൾ കൊടുത്ത ഒരു വിധിയാണ്. അതിലെ അദ്ദേഹത്തിന് അഭിമാനിക്കാം. ആ നിലയിലൊക്കെ പിന്നെ അതൊരു പെർഫോമൻസ് തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ അതിന് ശേഷമുള്ള ഭരണത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഭരണം അങ്ങ് ശരിയാകുന്നില്ല. പിണറായി ഒന്നാം സർക്കാരിൽ നിന്ന് രണ്ടാം സർക്കാരിലേക്ക് എത്തുമ്പോൾ അല്ല, ഒന്നാം സർക്കാരിനും രണ്ടാം സർക്കാരിൻ്റെയും വ്യത്യാസമല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രണ്ടാം സർക്കാരിലേക്ക് LDFനെ തന്നെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. അത് ഉണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് കൂടി കിട്ടിയ ഒരു മാൻഡേറ്റ് അല്ലേ പിണറായി വിജയൻ എന്ന മാൻഡേറ്റ് തന്നെ. പക്ഷേ മാൻഡേറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ലല്ലോ. മാൻഡേറ്റ് കൊടുത്ത അർപ്പിച്ച വിശ്വാസം തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇപ്പോൾ അത് കഴിയുന്നില്ല. അതാണ് പൊതുവെ രാഷ്ട്രീയത്തിലപ്പുറം സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്ന ആളാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിണറായി വിജയനുമായിട്ടുള്ള അങ്ങയുടെ സൗഹൃദത്തിനെ പലപ്പോഴും നെഗറ്റീവായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പിണറായി കുഞ്ഞാലിക്കുട്ടി ചർച്ചയാണ് എന്നൊക്കെ പലരും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങുമായുള്ള പിണറായി വിജയൻ്റെ ഒരു ആത്മബന്ധം എങ്ങനെയാണ്? സൗഹൃദങ്ങൾ വെച്ച് രാഷ്ട്രീയം അളക്കണ്ട. സൗഹൃദമാണ്. അത് സൗഹൃദം, വ്യക്തിപരമായ സൗഹൃദം എന്ന് പറയുന്നത് അതും മുന്നണിയൊന്നും തമ്മിൽ ഒരു ബന്ധം. അത് ഞങ്ങളൊന്ന് കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുമ്പോഴേക്ക് ഒന്നൊരു പിന്നെ സ്ഥലത്തിരുന്ന് ഒരു 5 മിനിറ്റ് വർത്തമാനം പറയുമ്പോഴേക്ക് ഇത് പിന്നെ ചർച്ചയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്നതാണ്. ലീഗ് അങ്ങനെ വിശ്വാസ്യത പിന്നെ ബലിയർപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. അതാണല്ലോ അദ്ദേഹം പറഞ്ഞില്ലേ, ആ ലീഗ് അവിടെ നിൽക്കുന്നിടത്ത് കാരണം പറഞ്ഞില്ലേ. അതെന്താ പറയാൻ കാരണം? ലീഗ് അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു പാർട്ടിയല്ല. അങ്ങനെ ഗയാറാമിൻ്റെ ഒരു ചരിത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ഉള്ള ഭാഷ എൻ്റെതാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങും ഒരുപാട് വേട്ടയാടലിന് ഇരയായതാണ് മാധ്യമവേട്ട. പിണറായിയും കുടുംബവും വലിയ രീതിയിൽ വേട്ടയാടലിന് ഇരയാവുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻഗ്രീഡിയൻസ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ലീഗിൻ്റെതല്ലാത്ത പല നേതാക്കളുടെയും.
അങ്ങ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? അല്ല, അതിനെപ്പറ്റി ഇപ്പോൾ എനിക്കങ്ങനെ ഒരു മീഡിയയിൽ ഞാനിപ്പോൾ ഒരു ഓപ്പൺ പ്രതികരണം നടന്നു ഒരുപാട് മറ്റ് ചർച്ചകൾക്കിടയാകും അത്തരം കാര്യങ്ങൾ തന്നെ ലൈവ്. കുടുംബങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കാര്യത്തിൽ പറഞ്ഞാൽ ഇനി അത് വീണ്ടും ലൈവാക്കാനായി ഉപകരിക്കുള്ളൂ. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അസുഖകരമായ ഇത്തരം ചർച്ചകൾ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ഇതിലൊരു എക്സ്ട്രാ കമൻറ്റും കൂടി പറഞ്ഞിട്ട് അത് ലൈവാക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ഗവർണറുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? മാത്രമല്ല, രാഷ്ട്രീയമായ ഒരു പഴയ ചരിത്രത്തിൻ്റെ ഒരു തിരിശേഷിപ്പ് കൂടി ലീഗിന് കൃത്യമായി അത് പൊളിറ്റിക്കൽ കമൻറ്റായി ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞങ്ങൾ UDF ലീഗോ എല്ലാ കാര്യങ്ങളിലും ഗവർണറെ അനുകൂലിക്കാൻ ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഗവർണറുടെ പല പ്രവർത്തനങ്ങളെയും ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ UDF ഈ ലീഗുമൊക്കെ ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ അനുകൂലിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരമാണത് എന്ന് ഞങ്ങൾ ഉച്ചസ്ഥരം പറയുകയും ചെയ്തു. അസംബ്ലിയിലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി. ഇപ്പോൾ വന്ന് പിന്നെ ഗവർണർ ആ പദവിയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഒരുപാട് പിന്നെ നിലവാര തകർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാം ഇങ്ങനെ ഒന്നും പഴയ കാലത്ത് ആ കാര്യത്തിൽ ഗവർണർ കാണോ ഉത്തരവാദിത്വം കൂടുതൽ സർക്കാരാണ്? അത് മാത്രമല്ല, സർക്കാരിനെ ആ കാര്യത്തിൽ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അല്ല, അതിനെ നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിടണം. തമിഴ്നാട്ടിലും പടി എല്ലായിടത്തും ഉണ്ടല്ലോ. അതിനെ കോൺഗ്രസ് അല്ല, അതിൽ മറ്റു രാഷ്ട്രീയമല്ലേ കേന്ദ്രത്തിന്റെ ഇപ്പം ഉണ്ടായ റീസെൻ്റ് ആയിട്ടുണ്ടായ സംഭവവികാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഓവർ വർത്തമാനം പറഞ്ഞുകൊണ്ടും ഇഷ്യൂ ഉണ്ടായ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ബില്ല് ഒപ്പിടാക്കണേ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ബില്ലൊപ്പിട തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണ് എല്ലാ അധികാരവും. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ഗവർണർ കയ്യിലെടുക്കുന്നതിന് ഒരിക്കലും UDF കോൺഗ്രസ്സോ ലീഗോ അനുകൂലിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ അനുകൂലിച്ചാൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഗവർണറും ആലോചിക്കണം. ഇത്ര പച്ചക്ക് പിന്നെ രാഷ്ട്രീയം പറയുക കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ അങ്ങ് പിന്നെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ആളുകൾ അന്തം വിടും. അതാണ് അന്തം വിട്ടു പോകും. അതാണ് അതിൻ്റെ കാര്യം. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇപ്രാവശ്യം ലീഗിൻ്റെ പെർഫോമൻസ് കോൺഗ്രസിൻ്റെ പെർഫോമൻസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കുറ്റവിചാരണ സദസ്സിൽ കോൺഗ്രസ്സിന് ആളെ കൂട്ടാൻ പറ്റുന്നില്ല. പക്ഷേ യൂത്ത് ലീഗിൻ്റെ പരിപാടിയിൽ ആൾ കൂടുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കറക്ഷൻ നടക്കേണ്ടതുണ്ട്? അല്ല, കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നടത്തേണ്ട കറക്ഷൻസ് ഞങ്ങൾ നടത്തും. അത് മാത്രമല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് ഈ തവണ മേൽക്കൈ വരികയും ചെയ്യും. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുഖത്ത് വെച്ച് മറ്റൊരു വിമർശനത്തിനൊന്നും ഞാൻ തുനിയുന്നില്ല. കുറ്റവിചാരണ സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് അത് അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളതൊരു പ്രൊട്ടസ്റ്റാണല്ലോ. പക്ഷെ എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവേ ഒക്കെ കണ്ടില്ലേ, UDFന് പാർലമെൻറ്റ് ഇലക്ഷൻ മോശമാവില്ല. മറ്റേ വരുമ്പോൾ നോക്കാം. AICC നടത്തിയ സർവേയിൽ സിറ്റിംഗ് സീറ്റ് പലതും നഷ്ടപ്പെടുന്നു കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, സർവേ ആണല്ലോ. എന്തായാലും മേൽക്കൈന്ന് എല്ലാ സർവേയിലും ഉണ്ട്. അതേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, മേൽക്കൈ ഉണ്ട്. ലീഗിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ലീഗിൻ്റെ അണികളുടെ ശക്തിയൊക്കെ വെച്ച് ഒരു സീറ്റിന് കൂടി അർഹതയുണ്ടോ? ഈ അർഹത ഉണ്ടോ എന്നുള്ളതും ഇപ്പോൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ളതും രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ എൻ്റെ പാർട്ടിയെ പറ്റി എനിക്ക് 3-4 സീറ്റിന് അർഹത ഇല്ല എന്ന് എപ്പോഴെങ്കിലും പറയുമോ? അത് പറയില്ലല്ലോ. പിന്നെ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഫോർമലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനായിട്ടില്ല. അല്ല, അത്തരമൊരു ആലോചന ലീഗിൽ, അതായത് ഞങ്ങൾക്ക് ഒരു സീറ്റിനൂടി അർഹതയുണ്ടെന്ന ആലോചന ലീഗിലെ പ്രവർത്തകരിൽ, നേതൃതലത്തിലുള്ള പ്രവർത്തകരിൽ തന്നെ അങ്ങനെ ഒരു ആലോചനയുണ്ടല്ലോ, വികാരമുണ്ടല്ലോ. അല്ല, അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അർഹത ഉണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് സമയം വരുമ്പോൾ കാണേണ്ട ഒരു കാര്യമാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അല്ല, ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും ചോദിക്കാനുള്ള ഒരു അർഹത റൈറ്റില്ലേ? പിന്നെ അതാ പറയുന്നത്, അർഹത എല്ലാ കാര്യത്തിലും ഉണ്ട്. ലീഗിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ ശക്തിയുള്ളൊരു പാർട്ടിയാണ് ലീഗിൻ്റെ ഒരു മെഷീനറി. അത് കോൺഗ്രസ്സിൽ ഇല്ലാതെ പോകുന്നു. അതായത് ഞങ്ങളിത് ഉള്ളത് പറയാം.
അല്ല, ആ ഒരു കെട്ടുറപ്പ് കോൺഗ്രസിൽ ഉറപ്പാക്കേണ്ടതല്ലേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ? കാരണം കോൺഗ്രസിൽ ഇപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കേ വരാറില്ല. മറ്റു പലരും ഇടഞ്ഞു നിൽക്കുന്നു. വി എം സുധീരൻ ഇടഞ്ഞു നിൽക്കുന്നു. ഈവൻ രമേശ് ചെന്നിത്തല പോലും ഈ പ്രതിപക്ഷ നേതാവിനോടെ നിലപാടിൽ സ്വകാര്യ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു പുനർചിന്തനത്തിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യപ്പെടാൻ തയ്യാറാകണ്ടേ? ഇത് കുഞ്ഞാലിക്കുട്ടി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് മുന്നണിയിൽ പറയാനില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മുന്നണി പറയുന്നത് വാർത്താമാധ്യമങ്ങളോടും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. മുന്നണി പറയേണ്ടത് ഞങ്ങൾ അവിടെ പറയും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ശരി, കോൺഗ്രസ്സിൽ പിന്നെ അങ്ങനെ ഒരു അതിൻ്റെ ലീഡേഴ്സൊക്കെ പല സ്റ്റാൻഡ് എടുക്കുന്നു എന്നൊക്കെ വന്നാലും അതൊരു ചർച്ചയായി കണ്ടാൽ മതി. അത് ആ പാർട്ടിയുടെ ശക്തി ചോർത്തിക്കളയും. അതുകൊണ്ടൊരു അപകടം സംഭവിക്കും എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. പാർട്ടിയുടെ ഇൻട്രസ്റ്റും നാടിൻ്റെ ഇൻട്രസ്റ്റും വരുമ്പോൾ അവരൊന്നായിക്കോളും. അങ്ങും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനത്തിൻ്റെ, പാർലമെൻ്ററി പരിജ്ഞാനത്തിൻ്റെ ഇതെടുത്ത് നോക്കുമ്പം അങ്ങേക്ക് എത്രയോ മുകളിലാണ്. പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ അങ്ങ് അഡ്വൈസ് ചെയ്യാറുണ്ടോ? അങ്ങനെ അഡ്വൈസല്ല. പിന്നെ അദ്ദേഹത്തിൻ്റേതായ ഷാർപ്പ്നെസ്സും അതുപോലെ അദ്ദേഹത്തിൻ്റേതായ സ്പീഡിലും അദ്ദേഹത്തിൻ്റേതായ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നല്ല വക്കീല നിലക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനെ ഞാൻ മതിപ്പ് കുറഞ്ഞ് കാണേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞങ്ങൾ ഇൻ്റർണൽ ചർച്ചയിൽ പറയാറുണ്ട്. അല്ല, മുമ്പ് ഇപ്പം ഞാൻ ഓർക്കുന്നത് കെ എം മാണി സാറ്, ഉമ്മൻചാണ്ടി, അങ്ങ് ഒക്കെയുള്ളൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും നിങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. ഞാനത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അത്തരം ഒരു ഫോർമുല ഇപ്പം പ്രതിപക്ഷത്തില്ല എന്ന് ഈ പ്രതിപക്ഷത്തിലെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിൽ കൂടിയാലോചനകളുടെ കുറവ് യഥാർത്ഥത്തിലില്ലേ? പലപ്പോഴും സമരങ്ങൾ പാളുന്നതിന് ഒരു പ്രധാന കാരണം അതല്ലേ? അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആ കെമിസ്ട്രി പിന്നെ വളരെയധികം പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. വിമർശകർ തന്നെ ഇതെല്ലാം കൂടി ഇവരിങ്ങനെ നിന്നാൽ അതൊരു നെറ്റിപ്പട്ടം കെട്ടിയ ആനയെപ്പോലെ നിൽക്കുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ കാലത്ത് അത് അനുയോജ്യമാണ്. പക്ഷേ മനുഷ്യൻ എല്ലാ കാലത്തും ഒരേ ആളുകൾ ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരണം. പൂക്കോത്തങ്ങളും ബാഫക്കിത്തങ്ങൾ പോലുള്ള ആൾക്കാർ, അത് കഴിഞ്ഞ് പാണക്കാട്, ആരാധ്യനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ കാലം, ഹൈദരലി തങ്ങളുടെ കാലം, ഇപ്പം സാദിഖ് അലി തങ്ങളുടെ കാലം. ഈ കാലത്തെല്ലാം ലീഗിനെ ചലിപ്പിക്കുന്നതിലെ നിർണായകമായ പങ്ക് എങ്ങൾക്ക് വെച്ചു. ലീഗിലുണ്ടായ കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അല്ല, ലീഗിനെ ഒരുപാട് ആളുകൾ കൂടിയിട്ടാണ് ചലിപ്പിക്കുന്നത്. മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചില പരമ്പരാഗതമായിട്ടുള്ള രീതികളും പരമ്പരാഗതമായിട്ടുള്ള ലീഡർഷിപ്പും ഒക്കെയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പിന്നെ അസംബ്ലി പാർട്ടി ലീഡറൊക്കെ ആയി. പിന്നെ അപ്പോൾ അതാണ് ലീഡർ എന്ന് പറയുമ്പോൾ അസംബ്ലി പാർട്ടി ലീഡറെ ഞാൻ പൂരിപ്പിക്കുന്ന ലീഡർമാർ കുറേ ഉണ്ട്. അസംബ്ലി പാർട്ടി ലീഡർ ഇത്രയും കാലം പാർലമെന്ററി പാർട്ടി ഇല്ല, അതൊരു പക്ഷേ വലിയ ട്രാക്ക് റെക്കോർഡാണ്. അല്ല, അത് ട്രാക്ക് റെക്കോർഡൊക്കെ തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ റെക്കോർഡ് എനിക്കുണ്ട്. മറ്റൊരു കാര്യം, സമസ്തയെ ലീഗുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പുതിയ ജനറൽ സെക്രട്ടറിയുടെ ചില പ്രശ്നങ്ങൾ തീർന്നോ സമസ്തയായിട്ടുള്ളത്? അല്ല, അങ്ങനെ സമസ്തയായിട്ട് ഇതിപ്പോൾ ചരിത്രത്തിൽ പിറകോട്ട് തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു ചർച്ച അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കാതലായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ സമസ്ത ജിഫ്രി തങ്ങളും സമസ്തയുടെ നേതാക്കളൊക്കെ എല്ലാം ഒന്നിച്ച് പല കാര്യങ്ങളും എപ്പോഴും ഒരുമിച്ചല്ലേ പോണത്. വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹത്തെക്കുറിച്ച് സമസ്തയുടെ അഭിപ്രായം പറയുന്നു. ലീഗ് അതിനെ ഓൺ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നിലപാട് എന്താ? ഞാനിപ്പോൾ അതിനിപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞൊരു പുതിയ വിവാദം ഉണ്ടാക്കുന്നില്ല. പ്രതിപക്ഷത്ത് ഇത്രയും കാലം ഇരിക്കുന്നത് ലീഗിന് ആദ്യമാണ്, കോൺഗ്രസിനും ആദ്യമാണ്. പക്ഷേ അത് അണികളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? കാരണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭരണാധികാരം കയ്യിലില്ല, ഒന്നുമില്ല. മാത്രമല്ല ഇനിയിപ്പം സർക്കാർ എന്നുള്ള നിലയിലേക്ക് വരാൻ UDF-ൽ നിന്നുകൊണ്ട് തന്നെ ഭരണപക്ഷത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ട്രഷറി ബെഞ്ചിലേക്ക് പോകാൻ. അല്ല, അത് അങ്ങനെ ഒരു പിന്നെ അധികാര മോഹം ലീഗിൻ്റെ ചരിത്രത്തിലില്ലല്ലോ. കാരണം ഇപ്പോൾ പല പാർട്ടികളും മുന്നണികളൊക്കെ മാറിയിട്ടുണ്ട്. ലീഗ് മാറിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും മാറിയിട്ടില്ലല്ലോ. പിന്നെ ഇനി മാറില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അല്ല, ഇപ്പം എന്താ വെച്ചാൽ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിന് വേണ്ടി ഒരു മാറ്റം അത് ലീഗ് ചെയ്തിട്ടില്ല, ചെയ്യൂല. അധികാരത്തിന് വേണ്ടി ഒരു മാറ്റം അങ്ങനെയില്ല ലീഗിന്. ഇപ്പോൾ നിലപാടുകളുടെ പേരിൽ മാറിയേക്കാം, അത് വേറെ കാര്യം.
അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണി മാറ്റം എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നില്ല, ഉറപ്പിച്ച് പറയാം. അല്ല, ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മാത്രമല്ല അവരുടെ നേതാവ് ശ്രീ പിണറായി അത് പറയുകയും ചെയ്തു. പ്രതിപക്ഷത്താണ് ഇപ്പം കുഞ്ഞാലിക്കുട്ടി 7.5 വർഷമായി. 5 വർഷത്തിൽ കൂടുതൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. LDF പോയി വ്യവസായ IT മന്ത്രിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? അങ്ങനെ ഇനിയിപ്പോൾ ആവണ്ട, മനസ്സിലായില്ല, കുറേ ആയി മടുത്തതാണ്. ഇല്ല, അങ്ങനെ ഷോർട്ട് കട്ടിലൊന്നും ഇനി പോയി ആയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, UDF അധികാരത്തിൽ വന്ന് ഇനിയും അങ്ങ് തുടങ്ങി വെച്ച കുറേ പദ്ധതികളുണ്ട് വ്യവസായ വകുപ്പിൽ, ഇടയ്ക്ക് നിന്ന് പോയത്, പക്ഷേ ചിലതൊക്കെ P. രാജീവ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, അത് ഇല്ല, ഇപ്പോൾ UDF അധികാരത്തിൽ വരട്ടെ, മന്ത്രി ആരാവും എന്താവും എന്നുള്ളതൊക്കെ അപ്പം തീരുമാനിച്ചാൽ മതി. പക്ഷേ കേരളത്തിൽ ആ കാര്യങ്ങളിലൊരു കണ്ടിന്യൂയിറ്റി ഉണ്ടാവണം. ഞാൻ തുടങ്ങി വെച്ചു എന്ന് പറയുന്ന സംഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ IT മേഖലയിൽ IT മേഖലയിലും അല്ലാത്തതും ഞാൻ പറയാം, TV തോമസിന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം വ്യവസായം വളർന്ന ഒരു ഏരിയയാണ് ഈ അടിസ്ഥാന സൗകര്യത്തിൽ കിൻഫ്രയുടെ ആവിർഭാവം. വ്യവസായ പാർക്കുകൾ അത് ഞാൻ കൊണ്ടുവന്നതാണ്. വ്യവസായ പാർക്കുകൾ 91 ഗവൺമെൻറ്റിൻ്റെ വ്യവസായ നയത്തിൻ്റെ ഭാഗമാണ്. അതാണ് കിൻഫ്ര രൂപീകരിച്ചതിന് അതിന് വേണ്ടിയാണ്. ആ കിൻഫ്രയിലാണ് പിൽക്കാലത്ത് വ്യവസായങ്ങൾ മുഴുവൻ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ പിന്നെ കിൻഫ്ര വികസിപ്പിക്കുക ചെയ്തു. അതിൻ്റെ വ്യവസായ പാർക്കുകൾ വികസിപ്പിക്കുക. അത് അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇടയ്ക്കിടപെടുകയാണ്, വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് അങ്ങയുടെ ഒരു സ്ലോഗൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. അന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരായിരുന്നു. ഞാൻ ഭരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരായിരുന്നു. ഇപ്പോൾ കാലം മാറിയില്ലേ? അപ്പോൾ കാലം കുറച്ചൊക്കെ മാറി. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എഡ്യൂക്കേഷൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊരു എതിർപ്പാണ് ഞങ്ങൾക്കുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജ് അതിൽ ഭയങ്കര എതിർപ്പല്ലേ. ഏതിലാണ് എതിർപ്പില്ലാത്തത്? കിൻഫ്ര കൊണ്ടുവന്നപ്പോൾ എതിർത്തുണ്ടായിരുന്നല്ലോ. ടെക്നോ പാർക്ക് വന്നപ്പോൾ എന്തിനാണ് ഈ കെട്ടിടം എല്ലാം കൂടി കെട്ടിയിടണമെന്ന് ചോദിച്ചു. അധികം വൈകാതെ മുഴുവൻ ഫില്ലായി, സ്പേസ് കിട്ടാൻ റെക്കമെൻഡായി. അപ്പോൾ എന്നമാതിരി ദുബായ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആശയത്തെ വിമർശിച്ചു പലരും. പക്ഷേ പിൽക്കാലത്ത് അത് വന്നില്ലേ. അപ്പം ഞാൻ ഭരണത്തിലിരുന്ന സമയത്ത് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ ഈ കുറേ ഭൂമി ഏറ്റെടുത്ത് ആ മതിൽക്കെട്ടിനകത്ത് വ്യവസായം എന്ന വ്യവസായ പാർക്കിൻ്റെ ആശയം കേരളത്തിൽ പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ അടയാളപ്പെടുത്തുന്ന വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ കിൻഫ്രയുടെ ആരംഭം വലിയ സംഭവമാണത്. അവിടെയാണ് എല്ലാം എയർപോർട്ടുകൾ വന്നത് അവിടെയാണ്, ടെക്നോ പാർക്ക് വന്നത് അവിടെയാണ്, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് വന്നത് അവിടെയാണ്, സ്മാർട്ട് സിറ്റി വന്നത് അവിടെ. പിന്നെ പിൽക്കാലത്ത് ഈ വ്യവസായ പാർക്കുകളാണ് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത്. അത് 91 കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള വ്യവസായ നയത്തിൻ്റെ പ്രോഡക്റ്റാണ്. അതാണ് അതിൻ്റെ. ഇനിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി സാഹചര്യം മാറിയല്ലോ, ഈ വികസനത്തിൽ രാഷ്ട്രീയം ചേരരുത്, ഒന്നിച്ച് നിൽക്കണമെന്നുള്ള മെസ്സേജ് പൊതുവെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അവസരം കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ അതിൽ പിന്നെയും മന്ത്രിയാവണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ആളുകൾ അതാതിരിക്കുക. തലമുറ മാറ്റം വേണമെന്നാണ്. അല്ല, അത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ യെസ് എന്ന് പറയും എന്നല്ലാതെ എന്നെക്കൊണ്ട് പിന്നെ അതിനൊന്നും ഒരു തടസ്സം വരാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും നമ്മൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അവസാനമായി 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. 73 വയസ്സിൽ 23ന്റെ അല്ലെങ്കിൽ 33ന്റെ ചുറുചുറുക്കോടുകൂടി രാഷ്ട്രീയങ്ങൾ നീക്കാൻ അങ്ങേക്ക് പറ്റുന്നതിൻ്റെ രഹസ്യം എന്താണ്? ആ ചോദ്യത്തോടെ ഞാൻ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം. ദൈവാധീനം. അപ്പോൾ കാരണം നമ്മൾ ഒരു വിധം കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു കൺട്രോളിലല്ലല്ലോ. നമ്മളിങ്ങനെ ഒരു യന്ത്രം പോലെ നടക്കുന്നു. എന്തെപ്പോൾ വരും, എവിടെ എപ്പോൾ പിന്നെ പതറും വീഴും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. അതിൽ നമ്മൾ അമിതമായി അത് ഇന്ന കാരണം കൊണ്ടാണെന്നൊന്നും ആരും പറയുന്നത് ശരിയല്ല. താങ്ക് യു, വളരെ സന്തോഷം. 24ന്റെ പേരിൽ, പ്രേക്ഷകരുടെ പേരിൽ, നമ്മുടെ ചീഫ് എഡിറ്റർ SKന്റെ പേരിൽ നന്ദി. താങ്ക് യു.